അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ എൻ്റെ സഹോദരങ്ങളോട് ഉണർത്താനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅ്ദനി കേരളീയ പൊതുസമൂഹത്തിൽ ഒരു കാലഘട്ടം നിറഞ്ഞു നിന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഈ രാജ്യത്തെ മർദ്ദിത സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ധീരമായി ശബ്ദിച്ച ഒരു പോരാളിയാണ് അബ്ദുൽ നാസർ മഅ്ദനി എന്ന് നമുക്കെല്ലാവർക്കും അറിയും. 1990 കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് പോന്നാൽ ബാബരി മസ്ജിദിന്റെ പതനവും അതിനുശേഷവും ഇന്ത്യ രാജ്യത്ത് നടന്ന നിരവധി കലാപങ്ങൾ, ന്യൂനപക്ഷ സമുദായത്തിന്റെ രക്തം ചാലിട്ടൊഴുകിയ നൂറുകണക്കിന് കലാപങ്ങൾ ഈ രാജ്യത്ത് അഴിച്ചുവിട്ട ഒരു കാലഘട്ടം നമുക്കറിയും. ആ സമയത്ത് പലരും ഫാസിസത്തിനെതിരെ, ഭരണകൂട ഭീകരതക്കെതിരെ ശബ്ദിക്കാൻ അറച്ചു നിന്നും ഭയന്നു നിന്നും കാലം. ആ കാലത്ത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദമുയർന്നു വന്നു. അബ്ദുൽ നാസർ മഅ്ദനി അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് മഅ്ദനി കേരളീയ പൊതുസമൂഹത്തിൽ കടന്നു വന്നത്. നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളെയും ദലിതുകളെയും കൂട്ടക്കൊല ചെയ്ത ഒരു കാലഘട്ടം. ബാബരി മസ്ജിദ് തകർച്ച അത് പലതിൻ്റെയും തുടക്കമാണ് എന്ന് പലർക്കും അറിയാമായിരുന്നിട്ടും പലരും നിശബ്ദരായി നിന്നപ്പോൾ ബാബരി മസ്ജിദിന്റെ തകർച്ച പലതിലേക്കും കടന്നു വരാനുള്ള സംഘപരിവാർ ശക്തികളുടെ വളരെ തന്ത്രപരമായ നീക്കമായിരുന്നു ബാബരി മസ്ജിദ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ആ പള്ളി തകർത്തത് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതിനോടനുബന്ധമായി നാട്ടിൽ നടന്ന ഓരോ കലാപങ്ങളും, ആ കലാപങ്ങളിലൊക്കെ കൊന്നൊടുക്കിയ മനുഷ്യരുടെ ആ ശബ്ദം ആരും കേൾക്കാതെയായ സമയത്ത് ശബ്ദമായി, ധീരമായി ശബ്ദിക്കുകയായിരുന്നു അബ്ദുൽ നാസർ മഅ്ദനി. ആ ശബ്ദം പലരുടെയും ഉറക്കം കെടുത്തി. അദ്ദേഹത്തെ വളരെ തന്ത്രപരമായും ബുദ്ധിപരമായും ഈ രാജ്യത്തെ ഭരണകൂടം വേട്ടയാടി. കേസുകൾ ഒന്നൊന്നായി അദ്ദേഹത്തിന്റെ മേൽ ചാർത്തി അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടു. 9.5 കൊല്ലം അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിലടച്ച് അദ്ദേഹം ആ ജയിൽവാസം കഴിഞ്ഞ് 9.5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് ഈ രാജ്യത്തെ പരമോന്നത കോടതി പറയുകയുണ്ടായി. അവിടെ നിന്ന് വീണ്ടും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തിയ മഅ്ദനി പൊതുരംഗത്ത് വളരെ സജീവമായി നിലയുറപ്പിക്കപ്പെട്ടപ്പോൾ വീണ്ടും ബാംഗ്ലൂർ സ്ഫോടനത്തിന്റെ പേരിൽ അവിടെ നടന്ന സംഭവങ്ങളെയെല്ലാം അതിൽ മഅ്ദനിയെ പ്രതി ചേർത്ത് വീണ്ടും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. ആ കേസ് ഇന്ന് അവസാന ഘട്ടത്തിൽ നടക്കുകയാണ്. അധികം താമസിയാതെ ആ കേസ് വിധി പറയാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ 2.5 പതിറ്റാണ്ട് കാലം, 25 വർഷക്കാലത്തോളം ഈ രാജ്യത്തെ തടവറയിൽ ജീവിച്ച അബ്ദുൽ നാസർ മഅ്ദനി ഇന്ന് രോഗബാധിതനായി പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ജീവിച്ചു മുന്നോട്ട് പോകവേ ഇപ്പോഴും ഒരു തളരാത്ത മനസ്സിന്റെ ഉടമയായി മഅ്ദനിയെ നമുക്കിന്ന് കാണാൻ പറ്റും. ഫാസിസത്തിന്റെ മുന്നിൽ തലകുനിക്കാതെ ഈ രാജ്യത്തെ ഭരണകൂടം വേട്ടയാടിയപ്പോഴും ഭരണകൂട ഭീകരതയുടെ മുന്നിൽ അല്പം പോലും ചാഞ്ചല്യമില്ലാതെ ധീരമായി നിലയുറപ്പിച്ച അബ്ദുൽ നാസർ മഅ്ദനി രോഗബാധിതനായി എന്നത് ശരി തന്നെയാണ്. ഇന്ന് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇന്ന് ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സക്കും തുടർന്നു നടക്കുന്ന സുപ്രീം കോടതിയിലെ കേസിന്റെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയും. സുപ്രീം കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളത് ചെറിയമായ കാര്യമല്ല. വളരെ സാമ്പത്തികപരമായ ബാധ്യതകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ഈ വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അബ്ദുൽ നാസർ മഅ്ദനിയെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ മർദ്ദിതന് വേണ്ടി ശബ്ദിച്ച അബ്ദുൽ നാസർ മഅ്ദനിയെ എല്ലാ അർത്ഥത്തിലും
അദ്ദേഹം വളരെയേറെ സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ചികിത്സയ്ക്കുമായി കേസിനുമായി വൻ തുക ആവശ്യമായി വരുന്ന ഈ ഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാവുകയും നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ.